എൻ്റെ പേര് സുനിത. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2020 ജനുവരിയിലാണ്. ജനുവരി 24 ആദ്യമായി ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു പത്രം കിട്ടിയിരുന്നു നാഗമ്പടത്ത് പള്ളിയിൽ പോയപ്പോഴത്തേക്ക്. അത് വെച്ച് ഞാൻ അതിനു മുമ്പേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കഴുത്തിന് ഒരു വേദന വന്നു. എക്സ്റേ ഒക്കെ എടുത്തപ്പോഴത്തേക്കും കഴുത്തിൻ്റെ എല്ല് പൊട്ടിപ്പോയി. 3 മാസത്തോളം കോളറിടണം, പിന്നെ സർജറി വേണം, MRI ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ. ഞാൻ അച്ഛൻ്റെ ഇവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വിശ്വാസപ്രമാണം ചൊല്ലി ധ്യാനത്തിൻ്റെ രോഗസൗഖ്യ ശുശ്രൂഷയിൽ തൈലം തൊട്ട് എൻ്റെ കഴുത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഒരാഴ്ച പോലും തികച്ച് എനിക്ക് കോളറിടേണ്ടേയും വന്നില്ല, എക്സ്റേയും എടുത്തില്ല, MRIയും എടുത്തില്ല, ഒന്നും ചെയ്യേണ്ടി വന്നില്ല, സർജറി ഒന്നും ഇല്ലാതെ എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല, കഴുത്തിന് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നു. പിന്നെ രണ്ടാമത് ഞങ്ങൾ 12 വർഷമായിട്ട് വാടകയ്ക്കായിരുന്നു. എൻ്റെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ 10 വർഷം എൻ്റെ വീട്ടിലും 10 വർഷം അവരുടെ അച്ഛൻ്റെ വീട്ടിലും, പിന്നെ 12 വർഷം ഞങ്ങൾ വാടകയ്ക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മോള് UK പോയിട്ട് ഞങ്ങൾക്ക് ഒരു ഭവനം വാങ്ങിക്കാനുള്ള കൃപ മാതാവ് തന്നു. നല്ലൊരു ഭവനം. ഞാനിവിടെ ആദ്യത്തെ ഉടമ്പടി എൻ്റെ കൊറോണ കാരണം പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് 2021 ഏപ്രിലിൽ ഞാൻ ഉടമ്പടി എടുത്ത് അത് ആദ്യത്തെ പുതുക്കലിന് ജൂലൈയിൽ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭവനം മാതാവ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഭവനം കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾക്കത് പറ്റില്ല, ഇതെനിക്ക് പറ്റുമോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു പറഞ്ഞു, ചേച്ചി ആ വീട് കൊടുക്കാനിട്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ വീട്ടിലുള്ള മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ആ സ്ഥലത്തേക്ക് പോകാനാണ് താല്പര്യം. അപ്പോൾ അവരുടെ ആഗ്രഹം പോലെ മാതാവ് ഒരു ഭവനം, അത് നടക്കുമല്ലോ എന്നറിയില്ല. ഞാൻ മോളോട് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു, അമ്മ വില പറ്റുന്നതാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടുമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. വീണ്ടും ഒക്ടോബറിൽ പുതുക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീട് പോയി കണ്ടു. വീണ്ടും ജനുവരിയിൽ പുതുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ആധാരം, അപ്പം വീട് പോയി കണ്ടു, അതിൻ്റെ ആധാരം ലോൺ എടുക്കാനായിട്ട് ബാങ്കിൽ പോയി. അതിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി തന്നു. അച്ഛനെ കാണാൻ പറ്റിയപ്പോൾ ഞാൻ ആധാരത്തിൻ്റെ കോപ്പി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. ലോൺ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ലോൺ ഒരുപാട് തടസ്സങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി. പക്ഷേ മാർച്ച് 22 ആയപ്പോൾ ലോണെല്ലാം സാങ്ഷനായി. സൈൻ ചെയ്യാൻ 31 സൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ബാക്കി എമൗണ്ടിന് മോള് UK തന്നെ ലോൺ എടുക്കാനായിരുന്നു. അവൾ 23 എന്നെ വിളിച്ച് പറയുന്നു, അമ്മേ നമുക്ക് അവിടെ നിന്ന് ലോൺ കിട്ടത്തില്ല, ലോൺ അവിടെ തന്നെ വിനിയോഗിക്കണം, അല്ലെങ്കിൽ കിട്ടത്തില്ല, നാട്ടിലേക്ക് അയക്കാൻ പറ്റില്ല, നമുക്ക് അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, അമ്മ പോയി ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ സാധാരണ എന്തെങ്കിലും ഇത് വന്നാൽ ഞാൻ പിന്നെ പ്രാർത്ഥിക്കത്തില്ല, അങ്ങനെയാണോ ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയും. പക്ഷെ ഞാൻ അന്നേരം 25 മുതൽ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിൽ വിചാരിക്കാതെ ഞാൻ 25 മുതൽ 21 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും എഴുതുകയും ചെയ്തു. ഏപ്രിൽ 14 വരെ. അപ്പോൾ 29 രാത്രി 1 മണിയായപ്പോൾ മോള് പറയുന്നു, അമ്മ എങ്ങനെയാണെന്നറിയില്ല, എൻ്റെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, അമ്മ ഇത് നമുക്ക് മാതാവ് തരുന്ന വീട് തന്നെയാണ്, അമ്മ പോയി ബാക്കി കാര്യങ്ങൾ ചെയ്യൂ, സൈൻ ചെയ്ത് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ വീട് എല്ലാം ശരിയായി. എനിക്ക് മെയ് 7 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് രജിസ്ട്രേഷൻ നടത്തി വീടിൻ്റെ താക്കോല് ഞങ്ങൾക്ക് അമ്മ മാതാവ് ഞങ്ങളുടെ കയ്യിൽ തന്നു. പിന്നെ എൻ്റെ മോൾക്ക് UK പോകാൻ വേണ്ടിയിട്ട് ആദ്യം വന്ന ഉടമ്പടി എടുത്തത് UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു. DL കിട്ടി. 2020 ജനുവരിയിൽ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. രണ്ടാമത്തെ ദിവസം തന്നെ DL കിട്ടി. ഫെബ്രുവരിയിൽ ധ്യാനം കൂടി. അതിൻ്റെ 2ാം ദിവസം COS വന്നു. പക്ഷേ കൊറോണ വന്നതെല്ലാം മാറിപ്പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഉടമ്പടി ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടു. ഓഗസ്റ്റ് 20 2020 88 ദിവസം കൊണ്ട് എൻ്റെ കൊച്ചിന് UK പോകാൻ സാധിച്ചു. അതും 1 രൂപ പോലും ചിലവില്ലാതെ. ആദ്യത്തെ COSലാണെങ്കിൽ 5 ലക്ഷം രൂപ വേണമായിരുന്നു. പക്ഷേ മാതാവ് 1 രൂപ പോലും ചിലവാകാതെ എൻ്റെ കുഞ്ഞിനെ അവിടെ വിടുകയും അവിടെ ചെന്ന ഉടനെ OETയുടെയും എത്ര ചിലവുണ്ടായോ അത്രയും പൈസ അവൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നിരവധിയായിട്ട് മാതാവ് ചെറുതും വലുതുമായി ഒരുപാട് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു.